ഹായ് മക്കളെ, വെൽക്കം ബാക്ക്. അപ്പോൾ നിങ്ങളെല്ലാവരും എക്സാമിന് ചൂട് നിൽക്കുകയാണ്. ഇനി എക്സാമിന് ചൂട് വരാത്ത ആളാണെങ്കിൽ രണ്ടടി എന്ന് ഞാൻ ചൂടാക്കും. ഓക്കെ, അപ്പോൾ എക്സാം എഴുതുക, സീരിയസ് ആയിട്ട് നിങ്ങളുടെ +1 പൊളിറ്റിക്സ് നിങ്ങൾ സെറ്റാക്കണം. ഒരു മാർക്ക് പോലും എവിടെയും നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടുകൊടുക്കാൻ പാടില്ല. അല്ലേ, വിട്ടുകൊടുക്കാൻ പാടില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, അതങ്ങ് പഠിച്ച് സെറ്റാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും നിരന്തരമായി എൻ്റെ നമ്മുടെ ഡൗട്ട് ക്ലിയറൻസുകളൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ആളുകൾ ചോദിക്കണം, സാറേ മാർക്ക് എത്രയാണ് ഓരോ ചാപ്റ്ററും ചോദിക്കുക, സാറേ വെയിറ്റേജ് ഒന്ന് പറയുമെന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇതാ പഠിച്ച ഓരോ ചാപ്റ്ററും നിങ്ങളുടെ എക്സാമിന് ചോദിക്കുന്ന മാർക്കുകൾ ഒരു 98% ഒരു ഈ മാർക്ക് എക്സാക്ട്ലി കറക്റ്റ് ആയിരിക്കും. ചെറിയ വേരിയേഷൻ അവിടെ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും മാർക്ക് വെയിറ്റേജാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ വീഡിയോക്ക് ഒരു ലൈക്കും തരണം, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. കാരണം എക്സാം ആണ്, എങ്ങനെ പഠിക്കണം, ഓരോ ചാപ്റ്റർ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യങ്ങൾ വെച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും. റെഡി, നോക്കാം നമുക്ക് ഓരോ ചാപ്റ്റർ വൈസ്. യെസ്, ആദ്യം നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ വൈ ആൻഡ് ഹൗ, നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് നിങ്ങൾ എക്സാമിന് ചോദിക്കുക മക്കളെ. 5 മുതൽ 6 മാർക്ക് വരെ ആ ചാപ്റ്ററിന് ചോദിക്കും. ഓക്കെ, 5 മുതൽ 6 മാർക്ക് വരെയാണ് ആ ചാപ്റ്റർ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ റൈറ്റ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ചാപ്റ്റർ 8 മുതൽ 9 മാർക്ക് വരെ പ്രതീക്ഷിക്കും. അതായത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആ ചാപ്റ്റർ നമുക്ക് പ്രതീക്ഷിക്കും. അതായിരിക്കും മൗലിക അവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് വേണമെങ്കിൽ എസ്സേ ആയിട്ട് ചോദിക്കാം. അത്രത്തോളം ഇമ്പോർട്ടൻസ് പഠിച്ചു വെക്കുക. അടുത്ത് ഇലക്ഷൻ ആൻഡ് ദ റെപ്രസെന്റേഷൻ 7 മുതൽ 8 മാർക്ക് വരെ ഈ ചാപ്റ്ററിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇലക്ഷൻ കമ്മീഷനെ പറ്റി പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ്റെ രീതികളെ പറ്റി പഠിക്കാണ്ട്, ഇന്ത്യ ഫോളോ ചെയ്യുന്ന ഇലക്ഷൻ മെത്തേഡിനെ പറ്റി പഠിക്കാണ്ട്, കുറേ പഠിക്കാനുള്ള ചാപ്റ്ററാണ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഇനി അടുത്ത ചാപ്റ്റർ എക്സിക്യൂട്ടീവ് എന്ന് 6 മുതൽ 7 വരെ ചോദിക്കാം. അല്ലെ, നമ്മൾ അവിടെ എക്സിക്യൂട്ടീവ് നമ്മൾ രാഷ്ട്രപതിയെ പറ്റി പഠിക്കുന്നുണ്ട്, പ്രസിഡന്റിന്റെ വിവേചന അധികാരങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട്. സോ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി നമ്മൾ ലെജിസ്ലേച്ചറിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ 7 മുതൽ 8 മാർക്ക് വരെ അവിടെ നിന്നും ചോദിക്കുന്നുണ്ട്. ഇനി അടുത്ത് നോക്കണം നിങ്ങൾ ജുഡീഷ്യറി ആണെങ്കിൽ 4 മുതൽ 5 മാർക്ക് വരെയാണ് ജുഡീഷ്യറി എന്ന് ചോദിക്കുന്നത്. പിന്നെ ഫെഡറലിസത്തിലേക്ക് വരുമ്പോൾ 7 മുതൽ 8 മാർക്ക് അവിടെ നിന്നും ചോദിക്കുന്നുണ്ട്. ഫെഡറലിസം എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഷോർട്ട് എസ്സേ ഒക്കെ ചോദിക്കുന്ന ചാപ്റ്ററാണ്. ഇനി ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണെങ്കിൽ 6 മുതൽ 7 വരെ ചോദ്യം അവിടെ നിന്ന് മാർക്കിന് ചോദ്യം ചോദിക്കും. ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ എ ലിവിംഗ് ഡോക്യുമെന്റിൽ 3 മുതൽ 4 മാർക്ക് വരെയാണ് ചോദ്യം. കോൺസ്റ്റിറ്റ്യൂഷന്റെ അമെൻമെന്റുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ആ ചോദ്യങ്ങൾ ചോദിക്കുക. ഇനി ഫിലോസഫി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ 4 മുതൽ 5 മാർക്ക് വരെ ചോദിക്കാം. ഓക്കെ, ഇനി നമ്മൾ പൊളിറ്റിക്കൽ തിയറി ഇൻട്രഡക്ഷനിൽ ഒരു 3 മുതൽ 4 മാർക്ക് വരെയുള്ള ആ സെക്കൻഡ് ടോപ്പിക് അല്ലെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ടെക്സ്റ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ തിയറി ആ ഒരു ഇൻട്രഡക്ഷൻ എന്ന ചാപ്റ്ററിൽ അതൊരു ചെറിയ മാർക്ക് ചോദിക്കുള്ളൂ. ഇനി അടുത്ത നോക്ക് നിങ്ങൾ ലിബർട്ടിയിൽ നിന്നും ഒരു 7 മുതൽ 8 മാർക്ക് വരെ ലിബർട്ടി എന്ന് ചോദിക്കാം. ഓക്കെ, ഇനി ഇക്വാലിറ്റി 4 മുതൽ 5 മാർക്ക് വരെ ഇക്വാലിറ്റി എന്ന ചാപ്റ്റർ ചോദിക്കാം. ഇനി സോഷ്യൽ ജസ്റ്റിസ് നിന്ന് 5 മുതൽ 6 മാർക്ക് വരെ ചോദിക്കാം. റൈറ്റ്സ് അവകാശത്തിൽ നിന്ന് 2 മുതൽ 3 മാർക്കിന് വരെ ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഇനി സിറ്റിസൺഷിപ്പ് ആയിക്കോട്ടെ 3 മുതൽ 4 മാർക്കാണ്. നാഷണലിസത്തിന് 7 മുതൽ 8 മാർക്ക് വരെ ചോദിക്കുന്ന ഒരു എസ്സേ വേണമെങ്കിൽ അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. ഇനി സെക്യുലറിസത്തിൽ നിന്ന് 4 മുതൽ 5 മാർക്കാണ്. ഇനി പീസിൽ നിന്നും ഒരു 3 മുതൽ 4 മാർക്ക് വരെ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഒരു വെയിറ്റേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് ചാപ്റ്റർ നമ്മുടെ ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആ വർക്ക് എന്ന് പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് കൂടുതൽ മാർക്കിന്റെ വെയിറ്റേജിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അല്ലേ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2 കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കി. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ നോട്ടിലേക്ക് എഴുതി വെക്കുക, എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം. ഇനി രണ്ടാമത്തെ കാര്യം, സാറേ എങ്ങനെയാണ് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കേണ്ടത്? സാറേ എടാ, പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ കൃത്യമായി നമ്മുടെ ലൈവ് നിങ്ങൾ നിർബന്ധമായി നിങ്ങൾ ഫോളോ ചെയ്യണം. നമ്മുടെ ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത കുട്ടികളാണെങ്കിൽ നിർബന്ധമായി നമ്മുടെ ഓരോ PYQ നിങ്ങൾ ഫോളോ ചെയ്യണം. നമ്മുടെ ഓരോ ക്ലാസ് നമ്മുടെ ഓരോ ടോപ്പിക്കിന് രണ്ടുള്ള PYQ നമ്മൾ കൊടുത്തിട്ടുണ്ട്. PYQs നിങ്ങൾ കൃത്യമായി നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വായിച്ച് പഠിക്കേണ്ട കാര്യങ്ങൾ വായിച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ ചാപ്റ്ററിൻ്റെ മാർക്ക് വെയിറ്റേജ് ഉണ്ടല്ലോ, ആ വെയിറ്റേജ് നോക്കിയിട്ട് എസ്സേ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്കാണ്, അത് നിങ്ങൾ എഴുതി പഠിക്കുക. ഓക്കെ, ഇനി സാർ എത്ര വായിച്ചിട്ട് എനിക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആ ചോദ്യം ഉത്തരം എഴുതി പഠിക്കുക. കാരണം ഇനി നമുക്ക് കണ്ടന്റ് പഠിക്കാൻ സമയമൊന്നുമില്ല. ഓക്കെ സാറേ എനിക്ക് അത് മനസ്സിലായി, ഇത് മനസ്സിലായില്ല എന്ന് പറയാൻ നേരമില്ല അല്ലേ. ബേസിക്കലി നമ്മുടെ ഒരു ഇത് വെച്ച് മനസ്സിലാക്കുക. തീരെ മനസ്സിലായില്ലെങ്കിൽ ആ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതി ഉത്തരം എഴുതി നിങ്ങൾ പഠിക്കുക തന്നെ ഉള്ളൂ. കാരണം പൊളിറ്റിക്സ് ആണ്, എഴുതണം, എഴുതി ആ 80 മാർക്ക് നിങ്ങൾ വാങ്ങിയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ ലൈവും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. സോ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിർബന്ധമായി സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക. ഒരു ലൈക്ക് നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തു നിങ്ങൾ ഉറപ്പുവരുത്തുക. അതുപോലെ നിങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്, നിങ്ങളുടെ പൊളിറ്റിക്സിൻ്റെ അവസ്ഥ, എല്ലാ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ബുദ്ധിമുട്ടായി തോന്നുന്ന ടോപ്പിക്കുകൾ, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ തീരെ അറിയാത്ത കാര്യങ്ങൾ, അതൊക്കെ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കമ്മിങ് ഡേയ്സിൽ നമ്മുടെ ഈ ഒരു ചാനൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം. സോ മക്കളെ നന്നായി പഠിക്കുക. ഓൾവേസ് എഡ്യൂപ്പോൾ നിങ്ങളുടെ കൂടെയുണ്ട്. +1 പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഈ വർഷത്തെ നിങ്ങളുടെ +1 എക്സാമിന് 80 നിങ്ങൾ വാങ്ങണം. ആ വാങ്ങുമെന്നത് നിങ്ങളുടെ മനസ്സിൽ അവിടെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾ തരുന്ന കാര്യം പഠിച്ച സംഗതി ഓക്കെയാണ്. ഓക്കെ, മക്കളെ ഓൾ ദി വെരി ബെസ്റ്റ്, കൂടെ ഉണ്ടായിരിക്കുക.